അസ്സലാമുഅലൈക്കും ഗൈസ്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി എഗ് കറി കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് പിന്നെ പച്ചമുളക് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിൽ കുനുകുനാന്നറിഞ്ഞ് വെല്ലുള്ളിയാണ് എടുത്തത്. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത്. നന്നായിട്ട് കളറ് മാറി വരുന്ന പറയുന്നത് ബ്രൗണിഷ് ഷെയ്ഡൊക്കെ ആവില്ലേ, ആ ഒരു ടൈം വരെ നന്നായിട്ട് വഴറ്റണേ. അങ്ങനെ നല്ലോണം ഇടയ്ക്ക് മൂടി വെക്കുക, ഇളക്കുക. അങ്ങനെ അടി പിടിക്കാത്ത വിധത്തിലുമാണ് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ പിന്നെ അടി പിടിക്കൂലല്ലോ. അങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. ഈ ഒരു രൂപത്തിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കുനുകുന കട്ട് ചെയ്ത ടൊമാറ്റോ, അതും നന്നായിട്ട് തന്നെ നമുക്ക് ഉടഞ്ഞു പോകുന്ന രൂപത്തിലില്ലേ, അങ്ങനെ ആവണം കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചാൽ മതി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഓൾ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാ വെച്ചാൽ ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ സാദാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി. അതിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണക്കം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തത് അതും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് പാർന്ന് കൊടുക്കുക. നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാരുള്ളതിന് അതിനനുസരിച്ച് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗ് നടുമുറിച്ചതാട്ടോ. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിക്കുക. പിന്നെ വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചതാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ മല്ലിയിലയും ഗാർണിഷ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.